തന്നെ അന്താരാഷ്ട്ര വാർത്തകളിലേക്കാണ് കടക്കുന്നത്. ഇറാനെതിരായ യുദ്ധം അവസാനിപ്പിക്കാൻ ആലോചിക്കുന്നതായി സൂചിപ്പിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനിലെ ഭീകരവാദ ഭരണകൂടം മാറ്റാനുള്ള ശ്രമം ലക്ഷ്യം കൈവരിക്കാൻ പോവുകയാണെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ അവകാശപ്പെട്ടു. ഹോർമൂസ് കടലിടുക്ക് അത് ഉപയോഗപ്പെടുത്തുന്ന രാഷ്ട്രങ്ങളാണ് സംരക്ഷിക്കേണ്ടതെന്നും ട്രംപ് പറഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ശ്രീജിത്താണ് ചേരുന്നത്. ശ്രീജിത്ത്, സത്യത്തിൽ ഇറാന്റെ ഖമനേയി മുതൽ താഴേക്കുള്ള നേതൃനിരയെ ഓരോരുത്തരായി ഇല്ലാതാക്കി ഇസ്രയേലും അമേരിക്കയും ചേർന്ന്. അതുകൊണ്ട് യുദ്ധം അവസാനിപ്പിക്കാൻ ആലോചിക്കുന്നു എന്നാണ് ട്രംപ് പറയുന്നത്. ട്രംപിനെ വിശ്വസിക്കാമോ? എന്താണ് അമേരിക്കയുടെ നീക്കം? ഏതാണ്ട് യുദ്ധം ആരംഭിച്ച് 3 ആഴ്ചയിലേക്ക് കടക്കുകയാണ്. അപ്പോഴാണ് ട്രംപ് യുദ്ധം അവസാനിപ്പിക്കാൻ ആലോചിക്കുന്നത് എന്നൊരു വാദവുമായി മുന്നോട്ട് വരുന്നത്. അദ്ദേഹം പറയാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന് 4 കാരണങ്ങൾ അദ്ദേഹം പറയുന്നത് ഇറാന്റെ സൈനിക ശേഷി, അതായത് അമേരിക്ക എന്താണോ ആഗ്രഹിച്ചിരുന്നത് ഇറാന്റെ സൈനിക ശേഷി പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിൽ അമേരിക്ക വിജയിച്ചു. അത് നാവിക വ്യോമ സംവിധാനങ്ങൾ, ഇറാന്റെ നാവിക വ്യോമ സംവിധാനങ്ങളെ പൂർണ്ണമായും തകർത്തു എന്നാണ് ട്രംപിന്റെ അവകാശവാദം. മറ്റൊന്ന്, അമേരിക്ക ആഗ്രഹിച്ചിരുന്നത് ഇറാന്റെ ആണവശേഷി ഇല്ലാതാക്കുക എന്നുള്ളത്. അത് ഏറെക്കുറെ പൂർണ്ണമായും വിജയിച്ചു എന്ന് കൂടി പറയുന്നുണ്ട്. മറ്റൊന്ന്, നിമ്മി സൂചിപ്പിച്ചതുപോലെ ഇറാന്റെ ഭരണ നേതൃത്വത്തെ പൂർണ്ണമായും ഇല്ലാതാക്കി മറ്റൊരു സംവിധാനം കൊണ്ടുവരിക എന്നുള്ളതാണ്. അതും ഏറെക്കുറെ വിജയിച്ചു എന്നും ട്രംപ് അവകാശപ്പെടുന്നു. അങ്ങനെ അമേരിക്ക ആഗ്രഹിച്ച രൂപത്തിലേക്ക് വരുന്നു, ലക്ഷ്യത്തോട് അടുത്തു എന്ന് പറയുന്നു. ഇറാന്റെ സൈനിക സംവിധാനത്തെ പൂർണ്ണമായും ഇല്ലാതാക്കി എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ഏതാണ്ട് ലക്ഷ്യം പൂർത്തീകരിക്കുന്നു. അതുകൊണ്ട് യുദ്ധം വേണമെങ്കിൽ അവസാനിപ്പിക്കാമെന്നൊരു നിലപാടിലേക്കാണ് ഇപ്പോൾ ട്രംപ് പോകുന്നത്. ഇതൊക്കെ പറഞ്ഞു വെക്കുമ്പോഴും ട്രംപ് പറയുന്ന മറ്റൊരു കാര്യം, ഈ എതിരാളിയെ പൂർണ്ണമായും ഇല്ലാതാക്കിയ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴും അവിടെ വെടിനിർത്തൽ കരാർ, അത് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോഴാണ് ഈ മറുപടിയെ പറയുന്നത്. അവിടെ വെടിനിർത്തൽ കരാർ വരുമോ എന്ന് ചോദ്യം, അതായത് ഇറാനുമായി ഒരു വെടിനിർത്തൽ കരാർ ഉണ്ടാകുമോ എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്ന് കൂടിയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അതായത് യുദ്ധം അവസാനിപ്പിക്കുന്നു അല്ലെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കാൻ പോകുന്നു എന്ന് ട്രംപ് പറഞ്ഞു വെക്കുമ്പോഴും അവിടെ ഒരു വെടിനിർത്തൽ കരാർ ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് കൂടിയാണ് ട്രംപ് പറഞ്ഞു വെക്കുന്നത്. ഈ ട്രംപിനെ സംബന്ധിച്ച് യുദ്ധം അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞു നിർത്തുമ്പോഴും അവിടെ നിലനിൽക്കുന്ന ഒരു ആശങ്ക, അത് അദ്ദേഹത്തിൻ്റെ ആശങ്കയെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. ഹോർമൂസ് കടലെടുക്കാണ്, നമുക്ക് എല്ലാവർക്കും ആശങ്കയുണ്ട്. കാരണം അതുവഴിയാണ് ഊർജ്ജ എണ്ണ ചരക്ക് ഗതാഗതം ഒക്കെ സാധ്യമാകുന്നത്. ആ ഹോർമൂസ് കടലെടുക്കുന്ന നിയന്ത്രണം ആർക്കാണോ ആവശ്യമുള്ളത്, അതായത് അമേരിക്ക അത് ഉപയോഗിക്കുന്നില്ല, ആർക്കാണോ ആവശ്യമുള്ളത് അവർ അതിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കണമെന്ന് കൂടിയാണ് ട്രംപ് പറഞ്ഞു വെക്കുന്നത്. അതൊരു പക്ഷേ അമേരിക്ക ആ ഘട്ടത്തിൽ ആ ഒരു വിഷയത്തിൽ നിന്ന് പിന്മാറുന്നു എന്ന് വേണമെങ്കിൽ ആ സൂചനയാണ് കൂടി നൽകുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ട്രംപ് പറഞ്ഞിരുന്നത് ഹോർമൂസ് കടലെടുക്കുന്ന നിയന്ത്രണം ഇറാന്റെ കയ്യിലാണ്, ആ ഇറാന്റെ കയ്യിൽ നിന്ന് ആ നിയന്ത്രണം ഏറ്റെടുക്കണമെങ്കിൽ നാറ്റോയുടെയും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുടെയും ഒക്കെ സഹകരണം ആവശ്യമാണ് എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ നാറ്റോ സഖ്യം അവിടെ ഒരു സൈനിക ഇടപെടലിന് തയ്യാറായിരുന്നില്ല. ഇന്നും അദ്ദേഹം നാറ്റോ സഖ്യത്തെ അതിരൂക്ഷമായി വിമർശിക്കുന്നുണ്ട്. അമേരിക്ക ഇല്ലാതെ നാറ്റോ ഒരു കടലാസ് പുലി മാത്രമാണ്. നാറ്റോ ഒരിക്കൽ പോലും ഇറാന്റെ സൈനിക ശേഷി ഇല്ലാതാക്കുന്നതിൽ അമേരിക്കയെ സഹായിക്കാൻ ഇടപെട്ടില്ല, പ്രത്യേകിച്ചും ഹോർമൂസിന്റെ കാര്യത്തിൽ. ഇനി ഹോർമൂസ് ആർക്കെങ്കിലും ഉപയോഗിക്കണമെങ്കിൽ നിങ്ങളതിൽ ഉപയോഗിക്കുന്ന ആളുകൾ അതിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുക, അവിടെ സൈനിക ഇടപെടൽ നടത്തുക എന്ന് കൂടിയാണ് ട്രംപ് പറഞ്ഞു വെക്കുന്നത്. കാരണം ട്രംപിനെ സംബന്ധിച്ച് ഇപ്പോഴും ഹോർമൂസിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ സാധിച്ചിട്ടില്ല. ഇറാനിൽ പൂർണ്ണമായും കീഴടക്കി ഇറാന്റെ സൈനിക ശേഷി ഇല്ലാതാക്കി എന്ന് പറയുമ്പോഴും ഹോർമൂസിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ അമേരിക്കയ്ക്കോ അമേരിക്കൻ സഖ്യകക്ഷികൾക്കോ സാധിച്ചിട്ടില്ല എന്ന് കൂടിയാണ്. ഇതെല്ലാം ഈ ട്രംപ് ഇത്രയും വലിയ അവകാശവാദം ഉന്നയിക്കുമ്പോഴും ഇറാന്റെ ഭാഗത്തുനിന്നുള്ള മറുപടി വളരെ വളരെ കൗതുകരമാണ്. കാരണം ഇറാൻ ഓർമ്മിപ്പിക്കുന്നത്, ഇറാന്റെ വിദേശകാര്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് ഇത്തരത്തിലാണ്. അതായത് വിയറ്റ്നാമിൽ എന്താണോ അമേരിക്കയ്ക്ക് സംഭവിച്ചത് അത് ഇപ്പോൾ അമേരിക്കയ്ക്ക് വീണ്ടും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരേ തിരക്കഥ, പക്ഷേ സാഹചര്യം വ്യത്യസ്തമാണ്. വിയറ്റ്നാമിൽ അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുമ്പോഴും മരിച്ചു വീഴുമ്പോഴും അമേരിക്ക അവകാശപ്പെട്ടിരുന്നത് ഞങ്ങൾ വിജയത്തിലെത്തി എന്നുള്ളതാണ്. അതായത് ഇന്നത്തെ പ്രസ്താവനയോട് ചേർത്ത് വായിക്കണം, ഞങ്ങൾ വിജയത്തിലെത്തി, ലക്ഷ്യത്തിലെത്തി എന്ന് ട്രംപ് പറയുന്നു, അവകാശവാദം ഉന്നയിക്കുന്നു. അതിനെ വിയറ്റ്നാമുമായിട്ടാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി ബന്ധിപ്പിക്കുന്നത്. അതായത് വിയറ്റ്നാമിൽ അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുമ്പോഴും അമേരിക്ക പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങൾ എത്തുകയാണ് എന്നുള്ളതാണ്. അതേ സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നു. അമേരിക്ക ഇറാനിൽ വിജയിച്ചിട്ടില്ല എന്നുകൂടിയാണ് അബ്ബാസ് അരാഗ്ചി പറയുന്നത്. മറുവശത്ത് ഇറാന്റെ പുതിയ സൈനിക വക്താവ് പറയുന്നത് ഞങ്ങൾ കൂടുതൽ ആക്രമണം ഇറാനിലേക്ക് വന്നാൽ ഞങ്ങൾ വേണമെങ്കിൽ അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് കൂടി ആക്രമണം വ്യാപിപ്പിക്കാൻ തയ്യാറാണ് എന്നുകൂടി ഇറാൻ പറയുന്നുണ്ട്. അപ്പോൾ യുദ്ധം അവസാനിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ പോലും മറുവശത്ത് ഇറാൻ അതിശക്തമായ ആക്രമണം നടത്തുകയാണ്. നിമ്മി പറഞ്ഞതുപോലെ ഇപ്പോൾ ഈ ട്രംപാണ് ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിത് എത്രമാത്രം വിശ്വസിക്കാം? അദ്ദേഹത്തിന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മനംമാറ്റം വന്നുകൊണ്ടിരിക്കും. പിന്നെ അമേരിക്ക ഒരു യുദ്ധവിരാമത്തിന് ആഗ്രഹിച്ചാൽ തന്നെ ഇറാൻ ഇപ്പോൾ അത് ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അതാണ് അമേരിക്കയുടെ ലക്ഷ്യം എന്തായിരുന്നു എന്നുള്ളതും ചോദ്യമാണ്. അവിടുത്തെ ഭരണകൂടത്തെ അട്ടിമറിക്കാനടക്കം തീരുമാനിച്ചാണ് ട്രംപ് ഇതിന് ഇറങ്ങുന്നത്. പക്ഷേ ട്രംപ് ഇപ്പോൾ വിശദീകരിക്കുന്നത് ഞങ്ങൾ ലക്ഷ്യം ഏതാണ്ട് കൈവരിച്ചു എന്നുള്ളതാണ്. പക്ഷേ ആ ലക്ഷ്യത്തിലേക്ക് എത്തിയോ എന്നുള്ളത് ഇപ്പോഴും സംശയമാണ്. അത് ഇറാൻ, രേഷ്മ പറഞ്ഞതുപോലെ ഇറാൻ പിന്മാറില്ല എന്നുള്ളതിന്റെ സൂചനകൾ ഇന്നലെയും കണ്ടു. ഖാംനെ അടക്കമുള്ളവരുടെ രക്തസാക്ഷിത്വത്തിന് പകരം ചോദിക്കുമെന്ന കടുത്ത നിലപാടാണ് ഇറാൻ ഓരോ ഘട്ടത്തിലും പ്രതികരണങ്ങളായി നൽകുന്നത്.